ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 2026 ജനുവരി 30 ഇന്ന് തജ്വീദുൽ ഖുർആൻ്റെ പൊതുപരീക്ഷ നടന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശരിയുത്തരം അടയാളപ്പെടുത്തണം. റായിനെ തർക്കീക്ക് ചെയ്ത് ഓതണം. ഇവിടെ ഉദാഹരണത്തിൽ തർക്കീക്ക് ചെയ്തത് റായിൻ്റെ ഹർക്കത്ത് കസറായത് അജ്രിയ എന്ന രണ്ടാമത്തെ ഓപ്ഷൻ. അടുത്തതാ വാവിനെ തഫീം ചെയ്ത് ഓതണം. വാവിനെ തഫീം ചെയ്യണമെങ്കിൽ തഫീമിൻ്റെ അക്ഷരത്തെ നീട്ടാൻ വരണം. അപ്പോൾ മഹ്ലൂർ എന്നതാണ്. മഹ്ലൂർ എന്ന ലൂ. മറ്റത് ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ് സീനും ഫാവും. അവിടെയാണ് വാവ് വന്നത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഓപ്ഷനാണ് ശരി. അടുത്ത മൂന്നാമത്തത് ഷംസിയായ ഹർഫുകളിൽ പെട്ടതാണ്. ഏതാണ്? ത ഷീന് ലോ. ത ഷീന് ലോ എന്നത്. ത ഷീന് ലോ അതാണ് ഷംസിയ ഹർഫുകളിൽ പെട്ടത്. അടുത്ത ഹാഉൽ ലമീറിനെ നീട്ടി ഓതണം. അവിടെ ബിഹി കസീറൻ എന്ന ഒന്നാമത്തതാണ്. അതാണ് മുമ്പ് ശേഷം ഹർക്കത്തുകളുള്ളത്. ഹാഉൽ ലമീറിന് മുമ്പ് ശേഷം ഹർക്കത്ത് വന്നത് അതാണ്. അടുത്തത് എന്താണ്? ബായിനെ മീമിൽ ചേർത്ത് ഷദ് ചെയ്ത് ഓതണം. ഏതാണ്? സാക്കിനായ ബാവും ശേഷം മീമ് വന്നത് നോക്കിയാൽ മതി. അവിടെ ഇർക്കബ് മൈന എന്നതാണ്. ഇർക്കബ് മൈന മീമിലേക്ക് ചേർത്തത് അവസാനത്തെ ഓപ്ഷൻ. അടുത്തതാ ഖുർആൻ ഒരു മുസഫിൽ ക്രോഡീകരിക്കാൻ ആവശ്യപ്പെട്ടത്. അവിടെ ഒരു മുസഫിൽ ക്രോഡീകരിക്കാൻ ആവശ്യപ്പെട്ടത് ഉമർ റളിയല്ലാഹു അൻഹു ആണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട്. അതനുസരിച്ചിട്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഖുർആൻ ഒരു മുസഫിൽ ക്രോഡീകരിക്കപ്പെട്ടത്. അപ്പോൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഒരു മുസഫ് ക്രോഡീകരിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ നമുക്കവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുതാം. അപ്പോൾ ഇവിടെ ആവശ്യപ്പെട്ടത് ആരാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കവിടെ ശരിയുത്തരം വരുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഇനി ചേരുമ്പടി ചേർക്കാൻ വന്നത് അക്ഷരത്തെ ഒഴിവാക്കൽ. അക്ഷരത്തെ ഒഴിവാക്കൽ ഇവിടെ അർ-റഹ്മാൻ എന്ന ഓപ്ഷൻ സി ആണ്. ഇനി ഒരക്ഷരത്തെ കൂടുതലാക്കൽ ലദ് വഹന്ന എന്ന ഓപ്ഷൻ ഇ. ഇനി ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് എഴുതി സ്വലാത്ത് എന്ന ഓപ്ഷൻ എ. പിരിച്ചെഴുതേണ്ടതിനെ ചേർത്ത് എഴുതിയതാണ് ഓപ്ഷൻ ബി ലി കൈല. അടുത്തതാ ചേർത്ത് എഴുതേണ്ടതിനെ പിരിച്ചെഴുതി ഇല്യാസീൻ എന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി. അപ്പോൾ ഇതൊക്കെ മുമ്പ് വന്ന ചോദ്യപേപ്പറിലുള്ള അതേ ചോദ്യങ്ങൾ തന്നെയാണ്. ഇന്ന് തജ്വീദ് എക്സാം എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടെന്ന് കരുതട്ടെ. അപ്പോൾ ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതിൽ ഒന്നാമത്തത് സാക്കിനായ റായിന് മുമ്പ് ഡാഷ് യാ വന്നാൽ റായിനെ തർക്കീക്ക് ചെയ്യണം. ഏത് യാ ആണ്? സുക്കൂനുള്ള യാ. അവിടെ സുക്കൂന് എഴുതണം. ഇനി ആ റായിൻ്റെ ഹർക്കത്ത് ഡാഷ് ആയാൽ റായിനെ തർക്കീക്ക് ചെയ്യണം. എന്തായാലാണ്? കസറായാൽ. റായിൻ്റെ ഹർക്കത്ത് കസറായാൽ. റുഹാൻ എന്നതിലെ അലിഫിനെ എന്ത് ചെയ്യണം? ഹുസ്സലാത്തിങ്കിലെ തഫീമിൻ്റെ ഹർഫാണ്. അപ്പോൾ അവിടെ എന്നതിലെ അലിഫിനെ തഫീം ചെയ്ത് ഓതണം. അടുത്തത് അലിംത എന്നതിൽ ഷംസിയായ ഹർഫ്. ഈ അലിംത എന്നുള്ളതിലെ ലാമും താവും ആണ് ഷംസിയായ ഹർഫുകൾ. അപ്പോൾ ലാമ് താ എഴുതണം. ഇനി ലഹുൽ മുൽക്ക് എന്നതിലെ ഹാഉൽ ലമീറിന് ശേഷം സുക്കൂന് വന്നതുകൊണ്ട് നീട്ടാതെ ഓതണം. ഇനി അലന്നഹ്ലുക്കും എന്നതിൽ ഡേഷിനെയാണ് ഇദാം ചെയ്യേണ്ടത്. ഏതിനാണ്? ഖാഫിനെ കാഫിലേക്കാണ്. അപ്പോൾ ആദ്യത്തെ സാക്കിനായ ഖാഫാണ് അവിടേക്ക് എഴുതേണ്ടത്. അടുത്തതാ ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. റസ്മുൽ ഉസ്മാനിയിൽ പ്രധാനമായുള്ള നിയമങ്ങൾ എത്ര? 6 നിയമങ്ങളാണ്. 6. രണ്ടാമത്തത് റായിനെ തഫീം ചെയ്യേണ്ട സന്ദർഭങ്ങൾ എത്ര? റായിനെ തഫീം ചെയ്യേണ്ടത് 5 സന്ദർഭങ്ങളിലാണ് തഫീം. 5 സന്ദർഭങ്ങളിലാണ് തഫീം. അടുത്തതോ ഫിർഔൻ എന്നതിലെ റായിൻ്റെ വിധി എന്ത്? ഫിർഔൻ എന്നതിൽ റായിൻ്റെ വിധി തർക്കീക്കാണ്. തർക്കീക്ക്. അടുത്ത് ഷക്കർത്തും എന്നതിലുള്ള ഷംസിയായ ഹർഫ്. ഷംസിയായ ഹർഫ് അതിൽ ഷീന് റാ ത. ഇതാണ് ഷംസിയായ ഹർഫുകൾ. ഇനിയോ നഹ്തിമു എന്നതിലെ കമരിയായ ഹർഫുകൾ ഏതെല്ലാം? നഹ്തിമു എന്നതിൽ ഹാഉം മീമും ആണ് കമരിയായ ഹർഫുകൾ. ഇനി ഖുർആനിൽ കാണുന്ന അവിടെ യാ ഉസ്സൈറയുടെ ചിഹ്നം നിന്നിട്ട് അതിൻ്റെ പേര് യാ ഉസ്സൈറ എന്ന് എഴുതുക. ഇനിയോ ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. എന്താണ് ഷംസിയ അക്ഷരങ്ങളുടെ പ്രത്യേകത എന്ത്? ഷംസിയ അക്ഷരങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഷംസിയ അക്ഷരങ്ങൾക്ക് മുമ്പ് വരുന്ന അലിഫ് ലാമിനെ
ശേഷം വന്ന അക്ഷരത്തിൽ ചേർത്ത് ഷദ് ചെയ്യണം. അതാണ് ഷംസിയായ അക്ഷരങ്ങളുടെ പ്രത്യേകത. ഇദ്ഗാം ചെയ്ത് ഓതണം. അങ്ങനെ എഴുതിയാലും മതി ട്ടോ. ഷംസിയ അക്ഷരങ്ങൾക്ക് മുമ്പുള്ള അലിഫ് ലാമിനെ ഉച്ചരിക്കരുത്. അങ്ങനെ എഴുതട്ടോ. പിന്നെന്താ, ഇദ്ഗാം എന്ന് പറയുന്നത് എന്താണ്? സാക്കിനായ ഒരക്ഷരത്തെ ശേഷം വന്ന് ഹർക്കത്തുള്ള അക്ഷരത്തിൽ ചേർത്ത് ഷദ് ചെയ്ത് ഓതുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. ഇത് ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതണം. എപ്പോഴാണ്? ഹാ ഉൽ ലമീറിൻ്റെ മുമ്പും ശേഷവും ഹർക്കത്തുകളാണെങ്കിൽ ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതണം. അടുത്ത ഹിജ്ർ എന്നതിലെ റായിനെ തർക്കീക്ക് ചെയ്യണം. കാരണം എന്താണ്? സുക്കൂനുള്ള റാ, അതിനു മുമ്പ് സുക്കൂനുള്ള ഒരക്ഷരവും അതിന് ശേഷം കസറ വരികയും ചെയ്തു. സുക്കൂനുള്ള റാ, അതിനു മുമ്പ് സുക്കൂനുള്ള ഒരക്ഷരവും അതിനു മുമ്പ് കസറ ആവുകയും ചെയ്തു. അടുത്തതാ, മർലാത്തി എന്നതിലുള്ള അലിഫിനെ തഫീം ചെയ്ത് ഓതണം. കാരണം എന്ത്? അവിടെ തഫീമിൻ്റെ അക്ഷരമായ ലോദിനെ നീട്ടാനാണ് അലിഫ് വന്നത്. അതുകൊണ്ടാണ് അവിടെ അലിഫിനെ തഫീം ചെയ്ത് ഓതിയത്. അടുത്തത്, കമരിയായ ഹർഫുകളിൽ നിന്ന് 8 എണ്ണം എഴുതുക. കമരിയായ ഹർഫുകൾ അലിഫ്, ബാ, ജീമ്, ഹ, ഹ, ഐന്, ഒയിന്, അങ്ങനെ നമുക്ക് എഴുതാം. മീമ്, കാഫ്, കാഫ്, അല്ലേ? അതിന് 8 എണ്ണം എഴുതുക. ഇനിയോ, മിൻഹുൽ വത്തീൻ എന്നതിൽ ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതാൻ പാടില്ല. കാരണം എന്ത്? ഹാ ഉൽ ലമീറിന് ശേഷം സുക്കൂന് വന്നതാണ് അവിടെ നീട്ടി ഓതാത്തിന് കാരണം. ഇനി രണ്ടിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കണം. റസ്മുൽ ഉസ്മാനി എഴുതാം, തർക്കീഖു റാ എഴുതാം. രണ്ടും നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് എഴുതാം. പിന്നെ ഹാ ഉൽ ലമീറും ജം ഉൽ ഖുർആാനും. അപ്പോൾ എല്ലാവരും ജം ഉൽ ഖുർആൻ തന്നെ എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ തജ്വീദ് ചോദ്യപേപ്പറിൽ വന്നത്. നാളത്തെ ചോദ്യപേപ്പറുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.